ഹലോ, ഡയറി ദോസ്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇത്ര ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ കുറേ വർക്കിലായിരുന്നു. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായി എന്തുകൊണ്ടാണ് അവരുടെ കാലികൾക്ക് ചെന പിടിക്കാത്തത്, അല്ലെങ്കിൽ കിടാരികൾക്ക് എന്തുകൊണ്ട് ചെന പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ പശുവിന് ചെന പിടിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിടാരിക്ക് ചെന പിടിച്ച് 2 വയസ്സ് വരെയൊക്കെ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് നഷ്ടമാണ് നമുക്ക് സംഭവിക്കുക. ഏകദേശം 200 മുതൽ 400 രൂപ വരെ നമ്മൾ ഒരു ദിവസം തീറ്റയ്ക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. അത് ഒരു 2 വർഷമൊക്കെ ചിലവാക്കിയിട്ട് നമുക്ക് അതിന് ചെന പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഈ കാലി വളർത്തൽ വളരെയധികം നഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെന പിടിപ്പിക്കാം, അതിന് എന്തൊക്കെ ചികിത്സകൾ നൽകാം എന്നിവ പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്നൊരു വീഡിയോ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളതിൽ ഒരു കന്നി പശു ഉള്ളത് വെച്ചെങ്കിൽ അതിന് 18-ാം മാസത്തിലാണ് നമ്മൾ ഏകദേശം 15 മുതൽ 18 മാസം വരെ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുത്തിവെപ്പ് എടുക്കേണ്ടത്. അത് 1 വയസ്സ് മുതലേ മതിലക്ഷണം കാണിച്ച് തുടങ്ങാറുണ്ട്. സാധാരണ ഒരു കന്നി പശു ആണെങ്കിൽ അതിന് ഫസ്റ്റത്തെ കുത്തിവെപ്പ് തന്നെ അതിന് ചെന പിടിക്കാറുണ്ട്. ഇപ്പോൾ അഥവാ 1 വയസ്സായിട്ടും നമ്മളെ കന്നി പശു മതിലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 1.5 വയസ്സായിട്ടും കാണിക്കില്ലെങ്കിൽ അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോഷകാഹാര കുറവായിരിക്കും. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭക്ഷണത്തിൽ നമ്മൾ ഒന്ന് ഈ കടല മുളപ്പിച്ചത് കൊടുക്കുക, അതുപോലെ മുരിങ്ങടല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ അതിൻ്റെ ഇൻറ്റീരിയർ ഓർഗൻസിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. ഇനിയിപ്പോൾ 18 മാസമായിട്ട് നമ്മളെ കിടാരി മതിലക്ഷണം കാണിക്കുന്നില്ലെങ്കിൽ മിനാറക്സ് ബോളക്സ്, അതേപോലെ എസ്ട്രാണ ഫോർട്ട്, ഇത് രണ്ടും ഓരോ സ്ട്രിപ്പ് വാങ്ങാം. എന്നിട്ട് ദിവസം ഓരോന്ന് വെച്ചിട്ട് അടുത്ത 10 ദിവസം കൊടുത്താൽ അടുത്തൊരു പീരീഡിൽ ഇത് മതിലക്ഷണം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മളെ പശു അല്ലെങ്കിൽ നമ്മളെ കിടാരി തുടർച്ചയായിട്ട് മതിലക്ഷണം കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ കുത്തിവെപ്പ് എടുത്തിട്ട് അതിന് ചെന പിടിക്കുന്നില്ലെങ്കിൽ അതിന് മെയിനായിട്ട് 3 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ അതിന് ഗർഭപാത്രം ഇൻഫെക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗർഭപാത്രം പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ അതിന് ഹോർമോണിൻ്റെ കുറവുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ചികിത്സ എന്ന് പറയുമ്പോൾ ഗർഭപാത്ര വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സൈക്ലോമിൻ ബോളസ് എന്ന് പറഞ്ഞിട്ട്, ഇത് ട്രൈസ് മിനറൽസിൻ്റെ ഒരു ഇതാണ്, അത് നമ്മൾ തുടർച്ചയായിട്ട് 10 ദിവസം കൊടുക്കുക ഓരോന്ന് വെച്ചിട്ട്. പിന്നെ അതേപോലെ ഗർഭപാത്രം ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ യൂട്രിൻ വാഷ് ഉപയോഗിച്ചിട്ട് ഗർഭപാത്രം കഴുകാനാണ് നമ്മളോട് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുക. പക്ഷെ അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗർഭാശയ ഭിത്തിക്കൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കുറക്കും. അതുകൊണ്ട് അതിന് പകരം മറ്റ് മെത്തേഡുകൾ വല്ല ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെന്ന് പറയുമ്പോൾ യൂട്രോവെറ്റ് പറഞ്ഞിട്ടൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് 10 വാങ്ങിയിട്ട് 5 ദിവസം രാവിലെയും വൈകുന്നേരം ഓരോന്ന് വെച്ച് നൽകിയാൽ അതിന് ഈ ഇൻഫെക്ഷൻ മാറിക്കിട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ ഹോർമോണിൻ്റെ കുഴപ്പങ്ങളാണെങ്കിൽ നമ്മൾ ഈ കുത്തിവെപ്പ് എടുക്കുന്നതിന് മുന്നേ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു ഹോർമോണിൻ്റെ കുത്തിവെപ്പും കൂടി എടുത്താൽ അതിനുള്ള ഒരു പരിഹാരം കൂടി നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ പിന്നെയും കുത്തിവെപ്പ് എടുക്കാതിരിക്കുക. 1 വട്ടം കുത്തിവെപ്പ് എടുത്ത് അല്ലെങ്കിൽ 2 വട്ടം കുത്തിവെപ്പ് എടുത്തിട്ട് ചെന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനെ ചികിത്സിച്ചതിൻ്റെ ശേഷം മാത്രം കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. കിടാരികൾക്ക് 2 ദിവസം മതിലക്ഷണം കാണിക്കുകയാണെങ്കിൽ 2ാമത്തെ ദിവസവും കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി അണ്ഡാശയ വളർച്ചാ കുഴപ്പം, ഇൻഫെക്ഷൻ, ഗർഭപാത്ര മുഴ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ചൊറിയാൻ ചേമ്പ് അല്ലെങ്കിൽ മാറാൻ ചേമ്പ് അതിനെ 4 താള് ചെറിയ കഷ്ണമാക്കിയിട്ട് വേവിച്ച് സാധാരണ മതി കാണിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ തീറ്റയിൽ ചേർത്ത് നൽകാവുന്നതാണ്. ചെന പിടിക്കാൻ ഫെർട്ടിഗോ എന്ന മരുന്ന് 15 മില്ലി കുത്തിവെപ്പ് 20 മിനിറ്റ് മുമ്പും അതേപോലെ 15 മില്ലി കുത്തിവെപ്പിന് 20 മിനിറ്റ് ശേഷവും നൽകാവുന്നതാണ്. ഇത് ചെന പിടിക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ നമ്മളെ പശു ഇരട്ട പ്രസവിക്കുകയും അതിലൊന്ന് പശുക്കുട്ടിയും മറ്റേത് മൂരിക്കുട്ടി ആയാൽ അതിലെ പശുക്കുട്ടിക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ പുരുഷ ഹോർമോണുകളുടെ ആധിപത്യം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മളെ വീട്ടിലെ തന്നെ കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കുള്ളം പശുക്കളാണ്. അപ്പോൾ ഈ പശുക്കൾക്ക് നല്ല ആരോഗ്യമായിരിക്കും. തുടരെ അസുഖങ്ങൾ വരിക, അതേപോലെ ചെന പിടിക്കാതിരിക്കുക, ഇതൊന്നും ഇങ്ങനത്തെ കുള്ളം പശുക്കൾക്ക് അധികം ബാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമ്മളെ ആപ്പിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് മരുന്നുകളും മറ്റുമൊക്കെ വാങ്ങാൻ കഴിയും. അപ്പോൾ എല്ലാവരും നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഓപ്ഷൻ ഒന്ന് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഡയറി ദോസ്ത് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പശുവിനെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായി എപ്പോൾ വിരമരുന്ന് നൽകേണ്ടത് എപ്പോഴാണ്, അതേപോലെ ടെസ്റ്റ് പ്രഗ്നൻസി അലേർട്ടുകൾ, അതേപോലെ പ്രസവിക്കാനായ അതിൻ്റെ മുന്നറിയിപ്പുകൾ, പിന്നെ അതേപോലെ കറവ നിർത്താനായ അതിൻ്റെ മുന്നറിയിപ്പുകളെല്ലാം നമുക്ക് കൃത്യമായി ലഭിക്കും. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്ലേസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പശുവിനെ വാങ്ങാനും വിൽക്കാനും അതേപോലെ മരുന്നുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, അതും വൈകാതെ തന്നെ നമ്മളെ ആപ്പിൽ ലഭ്യമായിരിക്കും.
അപ്പോൾ മറ്റ് അസുഖങ്ങളും കാലികൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റ് അസുഖങ്ങളും അതിൻ്റെ മരുന്നുകളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി.